ചെയ്തോ? അതല്ല Look, tip circle ഇപ്പൊ കറക്റ്റ് അതായത് ഇക്വേറ്ററിൽ കറക്റ്റ് ഹൊറിസോണ്ടലി ആയിരിക്കും ഈ നീഡിലിന്റെ അലൈൻമെന്റ്. ബിക്കോസ് ദാറ്റ് ഫീൽഡ് കംപ്ലീറ്റ്ലി ബി എന്നുള്ളത് ബി എച്ച് ആയിരിക്കും. Okay, dip circle align horizontally, not the point, right? At the equator, equatorial region, magnetic equatorial region. This ഇതിന്റെ alignment ഞാൻ വരയ്ക്കുകയാണെങ്കിൽ നീഡിൽ ഇങ്ങനെയാ നിൽക്കുക, കംപ്ലീറ്റ് ഹൊറിസോണ്ടലി അലൈൻ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ബി ഇത് പോയിന്റ് ചെയ്യുന്നത് ബി ആണ്. ബി കംപ്ലീറ്റ്ലി ഹൊറിസോണ്ടലി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ബി ഈക്വൽസ് ബി എച്ച് അല്ലെ? ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബി ഈക്വൽസ് ബി എച്ച്, ബി ഈക്വൽസ് ബി എച്ച്, ബി ഈക്വൽസ് ബി എച്ച്. വാട്ട് ഈസ് ബി എച്ച്? ബി കോസ് ഡെൽറ്റ. B equals B cos delta. Cos delta equals 1. So what is delta? 0. At the equator, delta inclination 0. Inclination dip 0. At the magnetic equator, the needle align like this. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, പോൾസില് എങ്ങനെ അലൈൻ ചെയ്യണം നീഡില്? Vertically. Okay, at the poles this align. Yes, you can draw that alignment like this. എല്ലാം പടം വരച്ച് ഫിഗർ മനസ്സിലാവാത്ത പരുവത്തിലാവണ്ട. It's alignment like this at not the point, at poles, at poles, at poles, at the poles. Magnetic needle align. ഇവിടെ എഴുതിക്കോ, at the equator magnetic needle align, magnetic needle align horizontally, needle align horizontally, align horizontally. ഞാൻ ഏതൊരു ആർബിട്രറി ലൈൻ എടുത്തിട്ടും ഇതൊന്ന് പ്രൂവ് ചെയ്ത് തരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കേ, ഇതിന്റെ ഒരു പ്രൂഫ് നമുക്ക് ചെയ്യാം. വെയിറ്റ്, align horizontally. Then at the poles magnetic needle align. കറക്റ്റ് ഈ സൂചി വെർട്ടിക്കൽ ആയിട്ട് നിൽക്കും. Magnetic needle align, magnetic needle align vertically. Vertically. B completely BV. B equals BV. To align vertically at poles. B equals BV. B equals BV. Using this you can write that delta value. B completely BV. എങ്ങനെ പറയാം? This equals B sin delta. B sin delta. B equals B sin delta. So what about sin delta? Sin delta 1. Delta equals 90 degree. Delta 90 degree. At the poles delta 90 degree. This values you keep in mind. At the poles dip 90 degree. At the equator 0. In all other places that dip value in between these two limits. Okay, at the pole side dip value maximum, inclination maximum, that value 90 degree, and equator dip value minimum 0. In all other places dip value in between these two limits. Dip vary from place to place, depends on the direction of magnetic field at that place, that dip value will. So നിങ്ങൾ പഠിച്ചത് ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഇനിയും തിരിച്ചു വരാം. നിങ്ങൾ ഈ ഗ്ലോബ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാപ്പൊക്കെ മാഗ്നറ്റിക് ലൈൻസ് കാണിക്കുന്ന മാപ്പായിരിക്കണം കേട്ടോ എടുത്ത് നോക്കുന്നത്. അതിൽ ഈ മാഗ്നറ്റിക് ലൈൻസ് ഒക്കെ കാണിക്കാം. അവിടെ ഇങ്ങനെ ഡിപ്പ് എത്രയാണ്, ഓരോ ലൈൻസും അവിടെ ഡയറക്ഷൻ ഒക്കെ മാർക്ക് ചെയ്ത് ഡിപ്പ്
സൈസ് ഒക്കെ വെച്ചാൽ സിമെട്രിക് ആയി വരുന്ന പ്ലേസസ് ഉണ്ടാവില്ലേ? ഇപ്പൊ സെയിം ഡിക്ലിനേഷൻ വരുന്ന പ്ലേസസ് ഉണ്ടാവും, സെയിം ഇൻക്ലിനേഷൻ വരുന്ന പ്ലേസസ് ഉണ്ടാവും, സെയിം വി എച്ച് വരുന്ന പ്ലേസസ് ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ അതായത് സിമിലർ പ്ലേസസ് ആണെന്ന് കാണിക്കാനായിട്ട് ചില ലൈൻസ് ഉപയോഗിക്കും. അതിന് ചില പേരൊക്കെ ഉണ്ട്, ഐസോക്ലിനിക് ലൈൻസ്, ഐസോ ഡൈനാമിക് ലൈൻസ്. നിങ്ങളിപ്പോ അതിലേക്കൊന്നും പോണ്ട. ഈ ലൈൻസിന് ചില പേരുകളൊക്കെ പറയും. സെയിം ഡിക്ലിനേഷൻ, സെയിം ഇൻക്ലിനേഷൻ, സെയിം വി എച്ച് വരുന്ന പ്ലേസസ്. ഇതൊക്കെ ഒരു മാപ്പ് നോക്കിയിട്ട് തന്നെ നമുക്ക് മാഗ്നറ്റിക് മാപ്പ് നോക്കിയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതിനൊക്കെ ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ സെയിം ബി എച്ച് വരുന്ന പ്ലേസസ് അല്ലെങ്കിൽ ഇതിനൊക്കെ ഏത് രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ അതതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്. ഞാൻ ഇവിടെ പറഞ്ഞത് ഇതാ, ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരും. എന്തൊക്കെയാ പഠിച്ച? What are magnetic elements? എന്തിനാണ് നിങ്ങൾ മാഗ്നറ്റിക് എലമെന്റ്സ് പഠിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് പയത്തിലെ ഏതൊരു പോയിന്റ് നമ്മൾ ജി പറയുന്ന പോലെ ജി വാല്യൂ വേരി ഫ്രം പ്ലേസ് ടു പ്ലേസ്. വി വാല്യൂ Earth's magnetic field, its direction vary from place to place. To define magnetic field at any point on Earth, we define magnetic elements. What are the elements? We define 3 elements. What are they? ഇതിന്റെ പേരുകളൊന്ന് പഠിക്കേ. കുറച്ച് ബൈഹാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇരുന്നോ. അതിന്റെ ഒരു കണക്ഷൻ ബാക്കി പ്രോബ്ലത്തിലൂടെ നമുക്ക് ചെയ്യാം. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ, horizontal component of Earth's field DH. What is declination? It is the angle between magnetic meridian and geographic meridian. Okay, this value not constant. Ready? What is magnetic inclination? It is angle between B and BH at that place. BH we resort along which meridian? Magnetic meridian. Magnetic meridian. And how we define it truly? What is BH, BV in terms of B? BH equals B cos delta. BV equals B sin delta. So how we define delta using the components? Tan delta equals BV by BH. Okay. And dip we measured using which instrument? Dip circle. Dip circle. Equatorial dip circle needle എങ്ങനെയായിരിക്കും നിൽക്കുക? Equatorial horizontal. Delta value 0. Magnetic equator poles vertically. Delta value 90 degree. What is apparent dip? What is apparent dip? Dip at a place with respect to another plane. Okay, any plane, arbitrary plane. That plane makes an angle theta with magnetic meridian. Okay, so what is the connection between apparent dip and true dip? Tan delta dash equals tan delta by cos theta. What is theta? It's made by that arbitrary plane with magnetic meridian. Okay. ഇപ്പൊ ഇങ്ങനെ വിചാരിക്കും, അതായത് മാഗ്നറ്റിക് മെറിഡിയന് പെർപെൻഡിക്കുലർ ആയ ഒരു പ്ലെയിൻ എടുക്കുക, അവിടെ തീറ്റ വാല്യൂ 90 ഉണ്ട്. ഓക്കെ, ആ രീതിയിൽ നമ്മൾ അപ്പാരന്റ് ഡിപ്പ് ഡിഫൈൻ ചെയ്യും. യെസ്, draw the second. Earth's magnet, this south pole and this north pole, magnetic north, magnetic south. അയക്കുന്നുണ്ടോ? No, some of the field line. Okay, this is the polar region, magnetic poles of Earth. ഇവിടെ look, അപ്പൊ ഈ പോയിന്റിലെ ഫീൽഡിന്റെ ഡയറക്ഷൻ you can draw the tangent
വെർട്ടിക്കൽ, കംപ്ലീറ്റ് വെർട്ടിക്കൽ, കംപ്ലീറ്റ് വെർട്ടിക്കൽ. ഇതിനെ നമുക്ക് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യണോ അല്ലെ? ഇവിടെ ബി കംപ്ലീറ്റ്ലി അല്ലെ, ഇതാണ് മാഗ്നറ്റിക് ആക്സിസ്. ബി കംപ്ലീറ്റ്ലി എന്താണ്? ബി വി ആണ്. ഡു യു അഗ്രി? ബി ഈക്വൽസ് ബി വി. അതിന് ഏത് കമ്പോണന്റ് മാത്രമേ ഉള്ളൂ? വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇങ്ങോട്ട് കയറി പോകുന്ന ഒരു ഫീൽഡ് ലൈൻ എടുക്ക്. ലുക്ക് ദിസ്. ബി കംപ്ലീറ്റ്ലി വെർട്ടിക്കൽ അല്ലേ? മാഗ്നറ്റിക് പോൾസിൽ നിങ്ങൾ നോക്ക്, ഫീൽഡ് കംപ്ലീറ്റ്ലി വെർട്ടിക്കൽ അല്ലേ? ഏത് കമ്പോണന്റ് ഇല്ല? ഏത് കമ്പോണന്റ് ഇല്ല? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ല. അവിടെ എഴുതി വെച്ചോ, മാഗ്നറ്റിക് പോൾസ് BH0. ഇതാണ് ഞാൻ ഡിപ്പ് സർക്കിളിലൂടെ പറഞ്ഞത്. നമ്മൾ ചെയ്തത് മനസ്സിലായോ? ഓക്കെ, BH here, BH equals 0, B completely BV and delta equals 90 degree. Delta 90 degree at magnetic poles. Magnetic poles. Here also B equals BV, BH0, delta 90 degree. Look the magnetic equator region. Look the magnetic equator region. Look this. Look this. These regions. B along this direction. Here B along this direction. Do you agree? ശരിയാണോ? ഇതിന് ഏത് കമ്പോണന്റ് പൂജ്യമാണ്? B completely horizontally അല്ലേ? ഓക്കെ, B completely horizontally, magnetic equator region, B equals BH. B equals BH. ഇവിടെ അതിന് വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടോ? ഇല്ല. അതായത് എർത്തിന്റെ സർഫസിന് പാരലൽ ആയിട്ടാണ് ഈ കമ്പോണന്റ് നിൽക്കുന്നത്. ശരിയല്ലേ? ഇത് കംപ്ലീറ്റ് ഏത് കമ്പോണന്റാ? ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ല കുട്ടി. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇങ്ങനെയല്ലേ? സർഫസിന് പാരലൽ ആയിട്ടല്ലേ ഈ കമ്പോണന്റ്? ഓക്കെ, സർഫസിന് പെർപെൻഡിക്കുലർ ആയി വരുന്ന കമ്പോണന്റ് അല്ലേ വെർട്ടിക്കല്? മനസ്സിലായോ? ഇത് സർഫസിന് പാരലൽ ആയി നിൽക്കുന്ന കമ്പോണന്റ് ആണ്. ഇവിടെ ഈ കമ്പോണന്റ് മാത്രല്ലേ ഫീൽഡിനുള്ളൂ. വെർട്ടിക്കൽ ഉണ്ടോ? ഇല്ല. വി കംപ്ലീറ്റ്ലി ഹൊറിസോണ്ടൽ. ഹിയർ BV equals 0. Do you agree? B equals BH. BV 0. BV 0. BV 0. At any point, you can resolve that field into components. Look this point. Look this point. Field along this direction. You can draw a tangent along the direction of field and resolve into components. അതിൽ BH കാണിക്കുന്നത് സർഫസിന് പാരലൽ ആയി വരണം കേട്ടോ. അതാണ് അതിന്റെ റൂൾ. സർഫസിന് പാരലൽ ആയി വരുന്ന കമ്പോണന്റ് ആണ് ഏത്? BH. സർഫസിന് പെർപെൻഡിക്കുലർ ആയി വരുന്ന കമ്പോണന്റ് ആണ് ഏത്? BV. Look, at any other place, we can say it have two components. Do you agree? Both BV and BH. This BH and this BV. This BV. Angle between B and BH is called? Angle between B and BH is called inclination. Inclination. At any point, you can resolve this into components. This clear? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറ. കുറെയൊക്കെ ആ ഒരു ഇമാജിനേഷൻ നിങ്ങൾക്ക് വേണം. ഇവിടെ ഫീൽഡ് നിങ്ങൾക്ക് അറിയുന്നതാ, ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എടുക്കുന്നത് അറിയേണ്ടതാ. അപ്പൊ ഇതിനെ ഹൊറിസോണ്ടലി വെർട്ടിക്കലി കമ്പോണന്റ് ആക്കുന്നത് മാത്രം. ഈ പോയിന്റ് മാത്രം എടുക്കുക. BH എങ്ങനെയാണ് എടുക്കേണ്ടത്? സർഫസിന് പാരലൽ ആയിട്ടായിരിക്കണം ആ കമ്പോണന്റ് നിൽക്കുന്നത്. വെർട്ടിക്കൽ കമ്പോണന്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്? സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അത് മാത്രം ആലോചിച്ചാൽ മതി. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, എവിടെ വേണമെങ്കിൽ. ഇവിടെ എടുത്തോ, ഇവിടെ എടുത്തോ, ഇവിടെ എടുത്തോ. എനി പോയിന്റ് മാഗ്നറ്റിക് ഇക്വേറ്റർ ഇക്വറ്റോറിയൽ region, we can say B completely along horizontal. B equals BH because delta 0. Magnetic poles il enganeyana? Magnetic poles delta completely B. Okay, delta equals 90 degree. Completely vertical ആയിട്ട് ലൈൻ കയറി പോകുന്നത് അല്ലെങ്കിൽ ലൈൻ വരുന്നത് ശരിയല്ലേ? വെർട്ടിക്കൽ, ഫുൾ ഫീൽഡ് വെർട്ടിക്കൽ.
സർഫസിന് വെർട്ടിക്കൽ ആയിട്ടല്ലേ ആ ലൈൻ കാണുന്നത്. എന്ന് പറഞ്ഞാൽ വീതി മാത്രമേ ഉള്ളൂ, PH ഇല്ല. ശരിയായോ? ശരിയോ? പെട്ടെന്ന് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്, ഇതുവരെ ശബ്ദത്തിൽ പെട്ടില്ല. നമ്മൾ നിർത്താനായിരിക്കും. ഓക്കെ. അയ്യോ, അറ്റൻഡൻസ് എടുത്തില്ലല്ലോ. 25 ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് പോയി. അറ്റൻഡൻസ് 2 പേര് പോയി. ഓക്കെ, പേര് പറയാൻ നോട്ട് ചെയ്യും കേട്ടോ. ആദിൽ നസീർ. Online students, say your attendance fast. Adil Nazir. Adil Nazir. Amatra Menon. Amatra Menon. Yes. Amrit Sagar. Amrit Sagar. Anu Tara. Yes. Yes. Anu Tara. Christina Manila. Christina. Yes. Jasmine Joseph. Jasmine Joseph. Joseph Vincent. Yes, ma'am. Joseph Vincent. Yes. Judith and Miriam. Judith and Miriam. Judith and Miriam. Krishna D. Krishna D. Krishna D. Krishna Priya. Krishna Priya. Yes. Krishna Veni. Krishna Veni. Yes. Liana. Liana. Yes. Meenakshi KM. Meenakshi KM. Yes. Parvati. 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 Parvati Krishna. 2 പേരും. Parvati P. Parvati Krishna. പാർവതി ഒരുപാട് ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നല്ലോ. പാർവതി കൃഷ്ണ ഉണ്ടായിരുന്നു, പാർവതി ആബ്സെന്റ് ആയിരുന്നു. ഋഷികേഷ് പി. ഋഷികേഷ് പി. സാന്ദ്ര ക്രിസ്റ്റൻ. സാന്ദ്ര സിസ്റ്റൻ. യെസ്. ശക്തിശ്രീ. ശ്രീ. ശ്രീരാം എസ് മേനോൻ. ശ്രീരാം എസ് മേനോൻ. യെസ്. വൈഷ്ണവി പി. Vaishnavi P. Vishal PJ. Vishal PJ. Yes. Vishnashri. Vishnashri. Yes. എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. ബൈ. Advanced stage during meiosis occur in an organism exhibiting haploidic life cycle. In an organism exhibiting haploidic life cycle, meiosis occurs after zygote formation. The product thus formed are haploid organism, haploid spores, haploid gametophyte. Gamete formation, zygote formation. The share. അടുത്ത